Assalamu alaikum. Good morning to all. Welcome to our geography class. Chapter 2, In Search of the Source of Wind. Today we are going to discuss periodic winds. The last class we were discussed atmospheric pressure and factors influencing atmospheric pressure, global pressure belt, then atmospheric pressure and winds. Okay, today we are going to discuss periodic winds. What is periodic winds? Periodic winds, that winds at regular intervals of time and can be seasonal or diurnal. Means regular interval of time വരുന്നതാണ്, റെഗുലർ ആയിട്ട് വരും, പക്ഷേ അതിന് ഓരോ സീസൺ കാണും. ആ സീസൺസിന് വരുന്ന വിൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് വിൻസ്. പീരിയോഡിക് വിൻസ് ആർ വിൻസ് that repeat at regular intervals of time. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് മൺസൂൺ വിൻസ്. മൺസൂൺ വിൻസ് ആർ എക്സാമ്പിൾ ഓഫ് സീസണൽ വിൻസ്. ഏതാണ് മൺസൂൺ വിൻഡ്? മൺസൂൺ കാറ്റെന്ന് നമ്മൾ പറയില്ലേ? യെസ്. വാട്ട് ഈസ് മൺസൂൺ? മൺസൂൺ, ദ ടേം മൺസൂൺ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ അറബിക് വേർഡ് മോസം. മോസം എന്ന് പറയുന്ന അറബിക് വേർഡിൽ നിന്നാണ് മൺസൂൺ എന്ന നയം വന്നത്. മൺസൂൺ എന്ന് പറഞ്ഞ അറബിക് വേർഡ് ഏതാണ്? മോസം. ഇറ്റ് മീൻസ് വിൻഡ് ദാറ്റ് ചേഞ്ച് ഡിറക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് സീസൺ. ഏതാണ്? കാലത്തിനൊത്ത് മാറുന്ന കാറ്റുകളാണ്. ഏതാണ് മൺസൂൺ എന്ന് പറയുന്നത്? ഏതാണ്? കാലത്തിന് ഒത്ത് മാറുന്ന കാറ്റുകളാണ്. മൺസൂൺ ഈസ് ദ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് ഇൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ ഈ കാറ്റിൻ്റെ ഗതി ഒക്കെ ഓപ്പോസിറ്റ് ആവുന്നതാണ്. ഏതാണ്? മൺസൂൺ വിൻഡ്സ്. Many factors are responsible for the formation of monsoon winds. ഓരോന്നിനും നമ്മൾ ഓരോ ഫാക്ടേഴ്സ് പഠിച്ചു. അതേപോലെ മൺസൂൺ വിൻസിനും ഉണ്ട്. ഏതാണ്? 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതാണ്? വാട്ട് ആർ ദ 3 ഫാക്ടേഴ്സ്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അപ്പാരന്റ് മൂവ്മെന്റ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ കൊറിയോളിസ് ഫോഴ്സ് ആൻഡ് ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ്. ഏതാണ് ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻസിന്റെ 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? apparent movement of the sun, Coriolis force and differences in heating. നമുക്കറിയാം സൺ റേസ് ഫോൾ വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ. എവിടെയാണ്? ഇക്വേറ്ററിൽ സണ്ണിൻ്റെ റേസ് എപ്പോഴും ഫോൾ വെർട്ടിക്കൽ ആയിട്ടാണ് എവിടെ എപ്പോഴും വരുന്നത്? ഇക്വേറ്ററിൽ. അത് എന്തുകൊണ്ടാണ് സണ്ണിൻ്റെ റേസ് ഫോൾ വെർട്ടിക്കലായിട്ട്? ഡ്യൂ ടു ദ ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസ്. ചരിഞ്ഞ് വരുന്നത് കൊണ്ടാണ്. ഏത്? റൊട്ടേഷനിൽ ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസിൽ ആ ചരിഞ്ഞ് വരുന്നത് കൊണ്ടാണ് ഏതാണ് സണ്ണിൻ്റെ റേസ് എപ്പോഴും ഫോൾ വെർട്ടിക്കലായിട്ട് ത്രൂ ഔട്ട് ദ ഇയർ ഫുള്ളും ഇക്വേറ്ററിൽ പതിക്കുന്നത്. This leads to an increase in temperature along the region through which Tropic of Cancer passes. The pressure belts also shift slightly northwards in accordance with this. The southeast trade winds also cross the equator and moves towards the north as the intertropical convergence zone. നമ്മൾ പഠിച്ചു പ്രഷർ ബെൽറ്റ് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഏതാണ് പഠിച്ചത്? ട്രേഡ് വിൻസ്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും ആ കൺവേർജൻ്റ് ആയിട്ട് എങ്ങോട്ട് പോവും? നോർത്തിലോട്ട് പോവും ഇല്ലേ? കൺവേർജൻ്റ് ഒരു പ്ലേസിൽ നിന്നും വന്നിട്ട് ആ ഈസ്റ്റിൽ നിന്ന് വന്നിട്ട് അത് കൺവേർജൻ്റ് ആയിട്ട് പോവും. അതാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. As the trade winds cross the equator, they get deflected and are transformed into southwest monsoon winds due to Coriolis effect. Coriolis effect കൊണ്ടാണ് ഇത് ഡിഫ്ലക്റ്റ് ആയിട്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിട്ട് ഫോം ചെയ്യുന്നത്. The low pressure formed over the land due to the intense day temperature attract these sea winds and further contributes to the formation of the southwest monsoon winds. ഏതാണ്? നമുക്കറിയാം സണ്ണിൻ്റെ റേസ് കൊണ്ട് ടെമ്പറേച്ചർ എവിടെ എന്തായിരിക്കും? എർത്തിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏതായിരിക്കും? ഡിക്രീസ് ആയിരിക്കും. ഈ ഡിക്രീസ് ആകുമ്പോഴത്തേക്കും സീ വിൻസ് എങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും? ഫോർമേഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിട്ട് ഫോം ചെയ്യും. As a result of the formation of high pressure zone over the Asian landmass and low pressure zone over the Indian Ocean during winter. എന്നാൽ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞത് സമ്മറിലാണ്. എന്നാൽ വിന്ററിൽ എങ്ങനെ ആയിരിക്കും? ഹൈ പ്രഷർ ഏഷ്യൻ ലാൻഡ് മാസിൽ ഹൈ പ്രഷർ ആയിരിക്കും. ഇന്ത്യൻ ഓഷ്യൻസിൽ വിന്ററിൽ ഏതായിരിക്കും? ലോ പ്രഷർ സോൺ ആയിരിക്കും. The northeast trade winds get strengthens. Northeast trade windsന് അപ്പോൾ എന്തായിരിക്കും? നല്ല സ്ട്രെങ്ത് ആയിരിക്കും. These are the northeast monsoon winds. ഇതിനെ നമ്മൾ എന്തോന്ന് പറയും? നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് സീ ബ്രീസ്. ലാൻഡ് ആൻഡ് സീ ബ്രീസ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്.
വാട്ട് ഈസ് ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്? നമ്മൾ സ്മോൾ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ട് ലാൻഡ് ബ്രീസ് എന്താണ്, സീ ബ്രീസ് എന്താണ്. എന്നാലും നമുക്ക് നോക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഡിഫറെൻറ്റ് ഡ്യൂറിങ് ഡേ ആൻഡ് നൈറ്റ് അറ്റ് ദ സെയിം പ്ലേസ്. നമുക്കറിയാം ഒരു പ്ലേസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡേയിലും നൈറ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡേയിൽ ഡിക്രീസ് ആവും, എന്നാൽ നൈറ്റിൽ ടെമ്പറേച്ചർ ഉണ്ടോ? ഇല്ല. ടെമ്പറേച്ചർ ലെസ് ആവുമ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ആവും. അപ്പം സെയിം പ്ലേസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏതായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. Similarly, the reaction of land and sea to sun's heat is also not uniform. നമ്മൾക്കറിയാം ലാൻഡിലെയും സീയുടെയും സണ്ണിൻ്റെ ചൂടും ഏതായിരിക്കും? പതിക്കുന്ന ആ ചൂടും യൂണിഫോം ആയിരിക്കില്ല. The land heats up and cools down quickly. നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഏതായിരിക്കും? ഹീറ്റ്, പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. ആസ് കമ്പയർഡ് ടു സീ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പതുക്കെ ചൂടാകുകയുള്ളൂ, ചൂടായാൽ തന്നെ അത് കുറച്ചു നേരം എക്സിസ്റ്റ് ആയിട്ട് നിൽക്കും, അത് തണുക്കാനായിട്ട്. The land heats up and cools down quickly, where the sea gets heated up slowly and can retain the heat for a long period of time. The air in contact with the land also gets heated up and ascends as the land heats up quickly during daytime. ഏതാണ്? ലാൻഡ് നന്നായിട്ട് ചൂടായിട്ട് അത് അസെൻഡ് ആവും, മുകളിലോട്ട് ഉയരും അതിൻ്റെ ചൂട്. ഇത് ഏതാണ്? ഇതെന്തതിന് കാരണവും? ദിസ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ലോ പ്രഷർ ഓവർ ദ ലാൻഡ് വിച്ച് കോസസ് ദ കമ്പാരിറ്റീവ്ലി കൂളർ എയർ ടു ബ്ലോ ഫ്രം ദ സീ. ദിസ് ഈസ് നോൺ ആസ് സീ ബ്രീസ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ലാൻഡ് പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും ഇല്ലേ. പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കും? ലാൻഡിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏതിൻ്റെ മേളിൽ പതിക്കും? ലാൻഡിൻ്റെ മുകളിൽ പതിക്കും. അപ്പോഴേ സീയിൽ നിന്നും വരുന്ന കൂൾ എയർ, ലോ പ്രഷറുള്ള സീയിൽ നിന്ന് വരുന്ന കൂൾ എയർ എങ്ങോട്ട് വരും? ലാൻഡിലോട്ട് വരും. കടലിൽ നിന്നും കരയിലോട്ട് വരുന്ന എയറിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീ ബ്രീസ്. Once more I repeat, the air in contact with the land also get heated up and ascends, and the land heats up quickly during daytime. This leads to the formation of low pressure over the land. അപ്പം ലാൻഡിൽ ലോ പ്രഷർ ആയിരിക്കും, which cause the comparatively cool air to blow from the sea. സീയിൽ നിന്നും കൂൾ എയർ എങ്ങോട്ട് വരും? ലാൻഡിലോട്ട് വരും. ഇതാണ് സീ ബ്രീസ്. As the land cools faster than sea during the night, it would be high pressure over the land and low pressure over the sea. അപ്പോഴും നമ്മൾ പഠിച്ചു ആസ് ദ ലാൻഡ് പെട്ടെന്ന് കൂളാവും, പക്ഷേ സീ ആണെങ്കിലോ ചൂടാകാൻ താമസവും എടുക്കും, അത് തണുക്കാനും എന്തായിരിക്കും? താമസിച്ചായിരിക്കും. അപ്പോൾ നൈറ്റിൽ ഇറ്റ് വുഡ് ബി ഹൈ പ്രഷർ ഓവർ ദ ലാൻഡ് ആൻഡ് ലോ പ്രഷർ ഓവർ ദ സീ. ലാൻഡിൽ ഹൈ പ്രഷറും സീയിൽ ഏതായിരിക്കും? ലോ പ്രഷറും ആയിരിക്കും. ദിസ് റിസൾട്ട്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ദ ലാൻഡ് ടു സീ. അപ്പം ലാൻഡിൽ നിന്ന് വിൻഡ് എങ്ങോട്ട് പോവും? സീയിലോട്ട് പോവും. ഇതിനാണ് നമ്മൾ ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഇപ്പം ഡിഫറൻസ് മനസ്സിലാവും. സീ ബ്രീസ് ഏതാണ്, ലാൻഡ് ബ്രീസ് ഏതാണ്? സീയിൽ നിന്നും ലാൻഡിലോട്ട് ബ്ലോ ചെയ്യുന്ന വിൻഡിനെ നമ്മൾ സീ ബ്രീസ് എന്നും, ലാൻഡിൽ നിന്ന് സീയിലോട്ട് പോകുന്നതിനെ നമ്മൾ ലാൻഡ് ബ്രീസ് എന്നും പറയും. The land breeze which start blowing at night becomes actually early in the morning and causes by sunrise. ഈ രാത്രിയിലുള്ള ഈ ബ്രീസ് എപ്പോൾ നൈറ്റിൽ തുടങ്ങി ടിൽ മോർണിംഗ് വരെ ഈ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും, ആക്റ്റീവായിട്ട് നിൽക്കും. ലാൻഡ് ബ്രീസ് കഴിഞ്ഞു. നെക്സ്റ്റ് മൗണ്ടൻ ആൻഡ് വാലി ബ്രീസ്. മൗണ്ടൻ ആൻഡ് വാലി ബ്രീസ് എന്താണെന്ന് നോക്കാം. സ്മോൾ ക്ലാസ്സസ് വി ഹേർഡ് മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ. During the day, these are the winds experienced in mountain regions that are well above the sea level. നമുക്കറിയാം സീ ലെവലിൽ നിന്നും എപ്പോഴും ഓൾട്ടിറ്റ്യൂഡ് അങ്ങോട്ട് ഹൈറ്റ് ഇൻക്രീസ് ആയിരിക്കും ഇല്ലേ. സീ ലെവലായിരിക്കും നമ്മൾ എപ്പോഴും എന്തും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സീ ലെവലിൽ നിന്നായിരിക്കും. അപ്പം during the daytime the air above the mountain gets heated and rises up. during പകൽ സമയങ്ങളിൽ എവിടുന്നാണ്? മൗണ്ടൻസിൽ നിന്നും ഉയരുന്ന ഹീറ്റ് ചൂടായിരിക്കും, അത് മുകളിലോട്ട് തന്നെ റൈസപ്പ് ആവും. ആസ് എ റിസൾട്ട് ദ വിൻഡ് ബ്ലോസ് അപ്സ്ലോപ്പ് ഫ്രം ദ വാലി വിത്ത് റിലേറ്റീവ്ലി ലോവർ ടെമ്പറേച്ചർ. ദിസ് ഈസ് നോൺ ആസ് വാലി ബ്രീസ്. മൗണ്ടൻസിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ആസ് കമ്പയർഡ് ടു വാലീസ്. താഴ്വരകളിലൊക്കെ ഇപ്പോൾ എന്തായിരിക്കും? ലോ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ നിന്ന് എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഹൈ ടെമ്പറേച്ചറുള്ള സ്ഥലത്തോട്ടായിരിക്കും വിൻഡ് ബ്ലോ ചെയ്യുന്നത്.
During the daytime, the air above the mountain gets heated up and rises up. As a result, the wind blows upslope from the valley with relatively lower temperature. This is known as valley breeze. വാലിയിൽ നിന്നും ടെമ്പറേച്ചർ കൂടിയ മൗണ്ടൻസിലോട്ട് ഈ വിൻഡ് ബ്ലോ ചെയ്യും. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാലി ബ്രീസ്. അപ്പം മൗണ്ടൻ ബ്രീസ് ഏതായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? ബട്ട് ഡ്യൂറിങ് നൈറ്റ് ദെയർ ഇൻ ദ മൗണ്ടനസ് റീജിയൻ സ്കൂൾസ് ഡ്യൂ ടു ദ ഇൻറ്റൻസ് കോൾഡ് കണ്ടീഷൻസ് ഇൻ ദാറ്റ് റീജിയൻ. നമുക്കറിയാം മൗണ്ടൻസിലൊക്കെ ഹൈറ്റിൽ രാത്രി നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം സന്ധ്യ അങ്ങോട്ടാകുമ്പോൾ തന്നെ നമുക്ക് എന്താവും? നല്ല തണുപ്പ് ഫീൽ ചെയ്യും അല്ലേ? കോൾഡ്, ഭയങ്കര കോൾഡ് ആയിരിക്കും. അപ്പം മൗണ്ടൻസിൻ്റെ ഹൈയിലൊക്കെ എന്തായിരിക്കും? നല്ല കോൾഡ് ആയിരിക്കാം. അപ്പോൾ ആസ് കൂൾ എയർ ഡെൻസ്, ഈ കൂളാവുന്ന എയർ എല്ലാം കൂടെ എന്തോന്നാവും? ഡെൻസ് ആവും ഇല്ലേ? കട്ടി പിടിക്കും. ഇറ്റ് ബ്ലോസ് ടുവേർഡ്സ് ദ വാലി. അപ്പം മൗണ്ടൻസിൽ നിന്നുള്ള ആ വിൻഡ് എങ്ങോട്ട്? കൂൾ എയർ എങ്ങോട്ട് ബ്ലോ ചെയ്ത് വരും? വാലിയിലോട്ട് ബ്ലോ ചെയ്യും. ദിസ് ഈസ് നോൺ ആസ് മൗണ്ടൻ ബ്രീസ്. അപ്പം മൗണ്ടൻ ബ്രീസ് എന്തെന്ന് എല്ലാവർക്കും കിട്ടിയോ? നമ്മൾ ലാൻഡ് ബ്രീസ് പഠിച്ചു, സീ ബ്രീസ് പഠിച്ചു, മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ്. ലാൻഡ് ബ്രീസ് നമുക്കറിയാം, ലാൻഡിൽ നിന്നും ഫ്രം ലാൻഡ് ബ്ലോ ടു ദ സീ. മറ്റേത് സീ ഫ്രം ലാൻഡ്. മൗണ്ടൻ ആൻഡ് വാലി ബ്രീസ്. വാലിയിൽ നിന്നും മൗണ്ടൻസിലോട്ട് ബ്ലോ ചെയ്യുന്ന വിൻഡിനെ നമ്മൾ വാലി ബ്രീസ് എന്ന് പറയും. മൗണ്ടൻ ബ്രീസ് എന്ന് പറയുന്നത് മൗണ്ടനിൽ നിന്നും തിരിച്ച് വാലിയിലോട്ട് വരും. അത് മൗണ്ടൻ ബ്രീസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് ലോക്കൽ വിൻഡ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ലോക്കൽ വിൻഡ്സ്. ലോക്കൽ വിൻഡ് എന്താണ്? ലോക്കൽ നമുക്കറിയാമല്ലേ, മറ്റ് കാറ്റുകളെ അപേക്ഷിച്ച് വിൻഡ്സിന് വലിയ ശക്തിയൊന്നും കാണില്ല. ഇതാണ് നമ്മൾ ലോക്കൽ വിൻഡ് എന്ന് പറയുന്നത്. ലോക്കൽ വിൻഡ്സ് ആർ വിൻഡ്സ് ഹൂസ് എഫക്ട്സ് ആർ ലിമിറ്റഡ് ടു എ റിലേറ്റീവ്ലി സ്മോളർ ഏരിയ. ഒരു ചെറിയൊരു പ്രദേശത്തായിരിക്കും ഈ ലോക്കൽ വിൻഡ് കാണപ്പെടുന്നത്. ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ലോ പ്രഷർ ഡിഫറൻസസ്, ദീസ് വിൻഡ്സ് ആർ വീക്ക് ആസ് കമ്പയർഡ് ടു അതർ വിൻഡ്സ്. ഈ ലോക്കൽ വിൻഡിന് എന്തായിരിക്കും? സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞത്, വീക്ക് ആയിരിക്കും. സച്ച് വിൻഡ്സ് എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ ഈ വിൻഡ്സിനെ കാണപ്പെടാറുണ്ട്. ഏതാണെന്ന് നോക്കാം. ലൂ, മാംഗോ ഷവേഴ്സ് ആൻഡ് കൽബൈസാക്കി ആർ ദ ലോക്കൽ വിൻഡ്സ് എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ലോക്കൽ വിൻഡ്സ് ആണ് ഏതാണ്? ലൂ, മാംഗോ ഷവേഴ്സ് ആൻഡ് കൽബൈസാക്കി. ചിനൂക്ക്, ഹർമാറ്റൻ ആൻഡ് ഫോൺ ആർ സം ഓഫ് ദ ലോക്കൽ വിൻഡ്സ് ഇൻ അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ് ഏതാണ്? ചിനൂക്ക്, ഹർമാറ്റൻ ആൻഡ് ഫോൺ. അപ്പം ഇന്ത്യയിൽ കാണപ്പെടുന്ന വിൻഡ്സ് ഏതൊക്കെയാണ്? ലൂ, മാംഗോ ഷവേഴ്സ് ആൻഡ് കൽബൈസാക്കി. റിമെമ്പർ, നമ്മുടെ ലോകത്തിൽ പല വേറെ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണപ്പെടുന്നതാണ് ഏതാണ്? ചിനൂക്ക്, ഹർമാറ്റൻ ആൻഡ് ഫോൺ. ചിനൂക്ക് ഈസ് എ ഹോട്ട് ലോക്കൽ വിൻഡ് ദാറ്റ് blows down the eastern slope of the Rocky Mountains in North America. നോർത്തേൺ അമേരിക്കയിലുള്ള റോക്കി മൗണ്ടൻസിൽ നിന്നും ആ ഈസ്റ്റേൺ സ്ലോപ്പിൽ കൂടെ വരുന്ന ഹോട്ട് വിൻഡ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചിനൂക്ക്. ചിനൂക്ക് അപ്പോൾ എവിടെയാണ്? നോർത്ത് അമേരിക്കയിലുള്ള റോക്കി മൗണ്ടൻസിലാണ് കാണപ്പെടുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് വിൻഡ്സ് ദ സ്നോ അലോങ് ദ ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദ റോക്സ് മെൽറ്റ് ഡൗൺ. അപ്പോൾ ഈ കാറ്റിൻ്റെ ഫലമായിട്ട് ഈസ്റ്റേൺ സ്ലോപ്സിൽ ആ റോക്കി മൗണ്ടൻസിലൊക്കെ എന്തോന്നായിരിക്കും? സ്നോ, മഞ്ഞുകൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുമായിരിക്കും. അത് ദ ടേം ചിനൂക്ക് മീൻസ് സ്നോ ഈറ്റർ. സ്നോ ഈറ്റർ എന്ന് വെച്ചാൽ എന്താണ്? മഞ്ഞ് വിഴുങ്ങി. ഈറ്റർ വിഴുങ്ങുക, സ്നോ എന്ന് വെച്ചാൽ മഞ്ഞ് വിഴുങ്ങി. അപ്പൊ ചിനൂക്കിന്റെ മീനിങ് ഏതാണ്? സ്നോ ഈറ്റർ. Since this wind reduces the severity of the cold, it is helpful for wheat cultivation in the Canadian lowlands. അപ്പം ഈ ചിനൂക്ക് എന്ന് പറയുന്ന വിൻഡ്, അതിന് നമ്മൾ പറയുന്ന പേരാണ്, മറ്റൊരു നൈമാണ് സ്നോ ഈറ്റർ. ഇത് ആ കോൾഡിനെ കുറച്ച് അവിടെ വീറ്റ് കൾട്ടിവേഷന് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ചിനൂക്ക് കഴിഞ്ഞ് അടുത്ത ഫോൺ. ഈ ചിനൂക്കും ഫോനും ഹർമാറ്റനും ഒക്കെ എവിടെയാണ്? ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ആണ്. അപ്പോൾ ഇനി ഇന്ത്യയിൽ ഏതൊക്കെയാണ്? ലൂ, മാംഗോ ഷവേഴ്സ് ആൻഡ് കൽബൈസാക്കി. ഫോൺ എന്ന് പറയുന്നത് എന്താ നോക്കാം. ഈസ് ദ വിൻഡ് ദാറ്റ് ബ്ലോസ് ഡൗൺ ദ നോർത്തേൺ സ്ലോപ്സ് ഓഫ് ദ ആൽപ്സ് മൗണ്ടൻ. എവിടെയാണ്? ആൽപ്സ് മൗണ്ടനിലാണ് നമ്മൾ ഏത് കാണുന്നത്? ഫോൺ. എന്നാൽ ആസ് ദ എയർ ഹീറ്റ്സ് അപ്പ് ഡ്യൂ ടു പ്രഷർ ഫ്രം ദ ഡീസൻ, ഇറ്റ്സ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ സിവിയറിറ്റി ഓഫ് കോൾഡ് ഇൻ ദാറ്റ് റീജിയൻ. ഈ കാറ്റ് താഴോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ മഞ്ഞുകളൊക്കെ ഉരുകി അവിടെ ആ റീജിയൻസിൽ എന്തോ ആയിരിക്കും? കോൾഡ്, ഭയങ്കര കോൾഡ് റീജിയൻസ് ആണ്. അവിടുത്തെ കോൾഡിനെ കുറച്ചൊന്ന് കുറയ്ക്കും.
Harmattan is a dry wind which blow from the Sahara Desert towards West Africa. സഹാറ ഡെസേർട്ടിൽ നിന്നും വന്നു വെസ്റ്റ് ആഫ്രിക്കയിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു ഡ്രൈ വിൻഡ് ആണ് ഏതാണ്? ഹർമാറ്റൻ. On the arrival of these winds, the humid and sultry conditions of West Africa improve significantly. Hence, people call these winds are the doctor. അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ജനങ്ങൾ ഈ വിൻഡിനെ എന്താണെന്ന് വിളിക്കുന്നത്? ഡോക്ടർ എന്നാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടീഷൻ. നെക്സ്റ്റ് ലൂ എവിടുന്നാണ്? ഇന്ത്യയിൽ ബ്ലോ ചെയ്യുന്ന ലോക്കൽ ഏരിയയിലൊക്കെ ഫോം ചെയ്യുന്ന ആ വിൻഡാണ് ലൂ ഈസ് അനദർ ഹോട്ട് വിൻഡ് ബ്ലോയിങ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ദീസ് വിൻഡ്സ് ബ്ലോയിങ് ഫ്രം രാജസ്ഥാൻ ഡെസേർട്ട് റേസ് ദ സമ്മർ ടെമ്പറേച്ചർ ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. ഏതാണ്? ലൂ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ കാണപ്പെടുന്നതാണ്. ദ വിൻഡ് ദാറ്റ് ബ്ലോ ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദീസ് സീസൺ ആർ കാൾഡ് മാംഗോ ഷവേഴ്സ്. സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന അടുത്ത ഒരു വിൻഡാണ് ഏതാണ്? നമ്മൾ പഠിച്ചു ലൂ, മാംഗോ ഷവേഴ്സ് ആൻഡ് കൽബൈസാക്കി. മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? മാങ്ങയൊക്കെ പഴുത്ത് അത് താഴോട്ട് വീഴും അല്ലെങ്കിൽ കൂടുതൽ ഹാർവസ്റ്റിംഗ് ഒക്കെ കിട്ടുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേരിയബിൾ വിൻഡ്സ്. ഇത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് വേരിയബിൾ വിൻഡ്സ്. എന്താണ് വേരിയബിൾ വിൻഡ്സ്? Variable winds are winds with entirely different characteristics formed during certain atmospheric situations. Cyclones and anticyclones are variable winds. Variable winds ഏതാണ്? ചില പ്രത്യേക അറ്റ്മോസ്ഫിയറിക് ലെവലിൽ ഫോം ചെയ്യുന്ന വിൻഡാണ് ഏതാണ്? വേരിയബിൾ വിൻഡ്സ്. ഇതിന് ടു ഡിഫറൻസിയേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ്. ഏതൊക്കെയാണ് വേരിയബിൾ വിൻഡ്സ്? വേരിയബിൾസ് വിൻഡ്സ് എന്ന് പറയുന്നത് ആർ വിൻഡ് വിത്ത് എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോം ഡ്യൂറിങ് സർട്ടൻ അറ്റ്മോസ്ഫിയറിക് സിറ്റുവേഷൻസിൽ ഫോം ചെയ്തതാണ് ഈ വേരിയബിൾ വിൻഡ്സ്. സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസ് എന്ന് പറയും. Cyclones are caused by the formation of low atmospheric pressure at the center surrounded by high atmospheric region. ഏതാണ് സൈക്ലോൺസ് എന്ന് പറയുന്നത്? ലോ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ആ ഒരു സെൻറ്ററിൽ ചുറ്റപ്പെടുന്ന ഹൈ പ്രഷർ റീജിയൻസിലോട്ട് വരുന്ന, ലോയിൽ നിന്നും ഹൈ പ്രഷർ റീജിയൻസിലോട്ട് വരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈക്ലോൺസ്. ആ ഒരു കാറ്റിനെയാണ് നമ്മൾ സൈക്ലോൺസ് എന്ന് പറയുന്നത്. സ്ട്രോങ് വേൾ വിൻഡ്സ് ബ്ലോ ടുവേർഡ്സ് സച്ച് ലോ പ്രഷർ സെൻറ്റേഴ്സ് ഫ്രം സറൗണ്ടിങ്സ് ഹൈ പ്രഷർ ഏരിയാസ്. എവിടുന്നാണ്? സ്ട്രോങ് ആയിട്ടുള്ള വേൾ വിൻഡ്സ് എന്ന് പറയുന്നത് ഏതാണ്? എല്ലാം ചുഴറ്റി എറിയപ്പെടുന്ന ഒരു കാറ്റാണ് സൈക്ലോൺസ്. ചുഴലിക്കാറ്റ് നമ്മൾ പറയത്തില്ലേ? സ്ട്രോങ് വേൾ വിൻഡ്സ് ബ്ലോ ടുവേർഡ്സ് സച്ച് ലോ പ്രഷർ സെൻറ്റേഴ്സ് ഫ്രം ദ ഹൈ പ്രഷർ സെൻറ്റേഴ്സിൽ നിന്നും ലോ പ്രഷർ സെൻറ്റേഴ്സിലോട്ടാണ് അത് വരുന്നത്. ഏതുകൊണ്ടാണ്? ഡ്യൂ ടു കോറിയോളിസിസ് ഫോഴ്സ്. Due to Coriolis effect മൂലം in the anti-clock direction in the northern hemisphere and clockwise direction in the southern hemisphere. നമ്മൾ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുറ്റുന്നതാണ് ക്ലോക്ക് വൈസ്, തിരിച്ചു വരുന്നതിനാണ് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും സദേൺ ഹെമിസ്ഫിയറിലായിട്ട് അത് ക്ലോക്ക് വൈസ് ആയിട്ടാണെന്നും അത് ഫോം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കോറിയോളിസ് ഫോഴ്സ് മൂലം. സൈക്ലോൺസിനെ ക്ലാസിഫൈഡ് ചെയ്യാം ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആൻഡ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. 2 ആയിട്ട് സൈക്ലോൺസിനെ തന്നെ വീണ്ടും എന്തോ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്? വേരിയബിൾ വിൻഡ്സ് ആണ് സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും. സൈക്ലോൺസ് തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആൻഡ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. സൈക്ലോൺസ് ഓഫൺ കോസ് എക്സ്റ്റെൻസീവ് ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻസ് വെയർ ദേ ഒക്കർ. ഏതാണ്? സൈക്ലോൺസ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്റ്റെൻസീവ്, ഒരുപാട് ഡാമേജ് ഒക്കെ വരും. സൈക്ലോൺസ് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വിതച്ചിട്ടേ അത് പോകാറുള്ളൂ. നമ്മൾ കേട്ടു ഓക്കി 2017 ഓക്കി ചുഴലിക്കാറ്റെന്ന് നമ്മൾ കേട്ടില്ലായിരുന്നു. ഓക്കി സൈക്ലോൺ വന്നിട്ട് ഒരുപാട് നാശങ്ങളൊക്കെ വിതച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ നിന്നും തന്നെ അത് മൂവ് ചെയ്തത്. Anticyclones. Anticyclones are phenomena where strong whirlwinds blow from high pressure centers to the surrounding low pressure areas. എവിടുന്നാണ്? ഹൈ പ്രഷർ സെൻറ്റേഴ്സിൽ നിന്നും ലോ പ്രഷറിലുള്ള ഏരിയാസിലോട്ട് വരുന്നതാണ് ചുഴറ്റി എറിയപ്പെടുന്ന കാറ്റുകളാണ് ആൻറ്റി സൈക്ലോൺസ്.
Due to Coriolis effect, the pattern of winds in anticyclone is clockwise in the northern hemisphere and anti-clockwise due to Coriolis effect, the pattern of winds in anticyclone is clockwise in the northern hemisphere. Northern hemisphere clockwise ആയിട്ടും southern hemisphere anti clockwise ആയിട്ടാണ് ഈ കാറ്റുകൾ നമുക്ക് നാശങ്ങൾ വിതയ്ക്കാനായിട്ട് വരുന്നത്. Okay, എല്ലാവർക്കും all of you understood this topic. Today we were discussed what is periodic winds, then monsoon, then land and sea breeze, mountain and valley breeze, then local winds and variable winds. I hope all of you understood this topic. All of you read these chapters very well and understood whatever I taught the portions should learn today itself. Okay, then look page number 35. Complete the following flow chart showing the classification of winds. ഒരു വിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് അത് ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെ ടോപ്പിക്സ് ആണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറും പ്രഷർ ബെൽറ്റും പിന്നെ വിൻസ് ആണ് അല്ലേ? അപ്പം ആ വിൻഡിൻ്റെ നോക്കാം. വിൻഡായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് പ്ലാനറ്ററി വിൻസ്. ദെൻ പ്ലാനറ്ററി വിൻസിന് നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഏതൊക്കെയാണ്? ട്രേഡ് വിൻസ്, വെസ്റ്റലീസ് ആൻഡ് പോളാർ ഈസ്റ്റലീസ്. നോക്കുക, നെക്സ്റ്റ് വിൻഡിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ലോക്കൽ വിൻഡ്. ലോക്കൽ വിൻഡ് ഏതൊക്കെയാണ്? ലൂ, മാംഗോ ഷവർ, കൽബൈസാക്കി ആൻഡ് ഹർമാറ്റൻ. പീരിയോഡിക് വിൻസ് ഏതൊക്കെയാണ്? പീരിയോഡിക് വിൻസ് ആയിട്ട് ഇപ്പം നമ്മൾ പഠിച്ചു മൺസൂൺ, ലാൻഡ് ആൻഡ് സീ ബ്രീസ്, മൗണ്ടൻ ആൻഡ് വാലി ബ്രീസ്. അപ്പോൾ വേരിയബിൾ വിൻസ് ഏതൊക്കെയാണ്? സൈക്ലോൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഏതായിരിക്കും? ആൻറ്റി സൈക്ലോൺസ്. അപ്പം ഈ ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിസ്കസ് ചെയ്തു, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. പിന്നെ അടുത്ത നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്തത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആയിരുന്നു. 7 പ്രഷർ ബെൽറ്റ്സ് ഉണ്ടായിരുന്നു. 4 എക്സ്പ്ലനേഷൻസ് നമ്മൾ പഠിച്ചു. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. പിന്നീട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻസ് ആണ്. സ്പീഡ് ആൻഡ് ഡിറക്ഷൻ ഡിറ്റക്ട് ചെയ്യുന്ന ഏതാണ്ട് പ്രഷർ ഗ്രേഡിയൻറ്റ്, കോറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തതാണ് പ്രഷർ ബെൽറ്റ്സ് ആൻഡ് വിൻസ്. അതാണ് പ്ലാനറ്ററി വിൻസ്. ഏതൊക്കെയാണ്? ട്രേഡ് വിൻസ്, വെസ്റ്റലീസ് ആൻഡ് പോളാർ ഈസ്റ്റലീസ്. ദെൻ പീരിയോഡിക് വിൻസ്. പീരിയോഡിക് വിൻസിലാണ് മൺസൂണ്, ലാൻഡ് ആൻഡ് സീ ബ്രീസ്, മൗണ്ടൻ ആൻഡ് വാലി ബ്രീസ്. വേരിയബിൾസ് ഇൻ വിൻസ് ഏതൊക്കെയാണ്? വേരിയബിൾസ് സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ്. All of you learn very well. If you have any doubt, you ask me. Okay, Assalamu alaikum.